ഇപ്പോൾ രണ്ട് സ്കീമുകളാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത്. ഒന്ന് ഓൾഡ് ടാക്സ് റെജീമും ഒന്ന് ന്യൂ ടാക്സ് റെജീമും. ഇതിൽ ഏതാണ് ബെനിഫിഷ്യൽ എന്നതിനെ പറ്റി പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പഴയ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ടാക്സ് സ്ലാബുകളാണ്. ഒന്ന് 0%, പിന്നെ 5%, 20%, 30%, ഇങ്ങനെ ടാക്സ് റേറ്റിലാണ്. ന്യൂ ടാക്സ് റെജീമിൽ എന്ന് പറഞ്ഞാൽ 6 ടാക്സ് സ്ലാബുകളാണ്. ഒന്ന് 0%, 5%, 10%, 15%, 20%, പിന്നെ 30%. ഇത്ര റേറ്റിലാണുള്ളത്. പിന്നെ നമ്മൾ ടാക്സ് ഫ്രീ എന്ന് വരെ ഉണ്ടെന്നുള്ളത് അപ് ടു 5 lakhs ആണ് ഓരോ ടാക്സ് റെജീമിൽ ഒരു റിബേറ്റോട് കൂടി നമുക്ക് ടാക്സ് ഇല്ല. 5 ലക്ഷത്തിന് മേളിൽ ഇൻകം വരുവാണെങ്കിൽ നമ്മൾ ബേസിക് ലിമിറ്റിനേക്കാൾ കൂടെ 2.5 ലക്ഷമോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷമോ അതിന് മുകളിൽ വരുന്ന എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ടി വരും 5 ലക്ഷത്തിന് മുകളിൽ പോയാൽ. ന്യൂ ടാക്സ് റെജിമിലാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 7 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 7 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അവരുടെ ബേസിക് എക്സംഷൻ 3 lakhs ആണ് ന്യൂ സ്കീമിൽ. അതിന് മേളിലുള്ളതിന് ടാക്സ് അടയ്ക്കണം. പക്ഷേ 7 lakhs വരെ ആണെങ്കിൽ നമ്മൾ 25,000 രൂപ റിബേറ്റോട് കൂടി കിട്ടുകയും ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. പക്ഷെ അവിടെ ഒരു പ്രത്യേക ഗുണം 7,500,000 രൂപ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് 3 ലക്ഷത്തിന് മുകളിൽ ടാക്സ് വർക്കൗട്ട് ചെയ്യുമെങ്കിൽ പോലും 7 ലക്ഷം കവർ ചെയ്യുമ്പോൾ ഒരു മാർജിൻ റിലീഫ് കിട്ടും. അത് 7 ലക്ഷത്തിന് മേളിലുള്ള ഇൻകത്തേക്കാൾ കൂടുതൽ ടാക്സ് വരരുതെന്നുണ്ട്. അത് 7,500,000 രൂപ ടാക്സ് വരുന്നതെങ്കിൽ ഇൻകം വരുന്നതെങ്കിൽ 5,000 രൂപ അയാൾക്ക് ടാക്സ് വരാൻ പറ്റുള്ളൂ. അത് 7 ലക്ഷത്തിന് മുകളിൽ 5,000 രൂപ വല്ലേ ഉള്ളൂ. അല്ലാത്ത കേസുകളിൽ വരുവാണെങ്കിൽ നമ്മൾ 3 ലക്ഷത്തിന് മുകളിൽ എടുത്തിട്ട് അതിന് എമൗണ്ടിന് ഫുള്ള് ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെയുള്ളത് പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. പഴയ സ്കീമിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻസും അല്ലെ എക്സംഷൻസും എടുക്കാൻ പറ്റുള്ളൂ. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, സെക്ഷൻ 80 പറയുന്നു. പിന്നെ കുറെ എക്സംഷൻസ് ഉണ്ടല്ലോ, അത് എടുക്കണമെങ്കിൽ ഓൾഡ് സ്കീമിൽ പറ്റുകയുള്ളൂ. പുതിയ സ്കീമിൽ കിട്ടുന്നത് സാലറി അല്ലെങ്കിൽ പെൻഷൻ ഉള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവും, പിന്നെ ATCCBയിലോ ഡിഡക്ഷൻ ഉണ്ടാവും. ഈ 2 ഡിഡക്ഷൻ മാത്രമേ പുതിയ സ്കീമിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും പഴയ സ്കീമുകളിലാണ് കൂടുതലായിട്ട് പോകുന്നത്. പക്ഷേ സാലറിയോ അല്ലെങ്കിൽ പെൻഷൻ സ്കീമോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ എമൗണ്ട് ഇൻകം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾക്ക് ഓരോ വർഷം സ്ലാബുകൾ മാറിക്കൊണ്ടിരിക്കുക. അതായത് സ്ലാബല്ല, ടാക്സ് റെജീം, ഓൾഡ് ടാക്സ് റെജീം വേണോ അതിൽ ന്യൂ ടാക്സ് റെജീം വേണോ അവർക്ക് തന്നെ തീരുമാനമെടുക്കാം. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ കാണാം ന്യൂ ടാക്സ് റെജീമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുക. ഡീഫോൾട്ട് സ്കീം എന്ന് പറയും, അത് ഡീഫോൾട്ട് ആയിട്ട് അതാണ് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വർഷം ഓൾഡ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഓൾഡ് എടുത്തവർക്കും ന്യൂ ടാക്സ് റെജീമിൽ നമ്മൾ ഫോം ഫയൽ ചെയ്യേണ്ടി വരും. അതായത് ഈ സ്കീമിലേക്ക് മാറ്റി, അതായത് ഡീഫോൾട്ടിൽ നിന്ന് മാറ്റി ഓൾഡ് സ്കീമിലേക്ക് മാറണമെങ്കിൽ നമ്മളൊരു ഫോം ഉണ്ട്. ആ ഫോം 10IE എന്ന് പറയും, IEA. അത് ഫയൽ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്കീം ചേഞ്ച് വരുത്താൻ കഴിയൂ. ബിസിനസ്സുകാർക്കാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഓൾഡ് എടുത്തുകൊണ്ടിരുന്നവർക്കാണ് ഇപ്പോൾ ഈ ഡീഫോൾട്ട് സ്കീം വരുന്നതുള്ളതുകൊണ്ട് അവർക്ക് ചേഞ്ച് വരുത്തി ഫോം ഫയൽ ചെയ്യേണ്ടി വരും. പഴയ വർഷം നമ്മൾ ന്യൂ സ്കീമാണ്, ഈ വർഷം ന്യൂ ആണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. ന്യൂ സ്കീം എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് സ്കീമിലാണല്ലോ കിടക്കുന്നത്, അവർക്കൊരു ഇഷ്യൂ ഇല്ല. അല്ലാത്തവർക്കാണ് അങ്ങനെ വരുന്നത്. പിന്നെ ITR 1 and 2, അതായത് സാലറി പെൻഷനും അല്ലെങ്കിൽ ചെറിയ ഇൻകം ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ITR 1 and 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ചേഞ്ച് വരുത്താം. പക്ഷെ 3, 4, 5 ITR 3, 4, 5 ഈ 3 ഫോമിലുള്ളവർക്കാണ് പ്രശ്നം. അവർക്ക് ബിസിനസ് ഇൻകം ഉള്ളവരാണ് ആ ഫോം ഉപയോഗിക്കേണ്ടത്. ബിസിനസ് ഇൻകം തോടുകൂടി വേറെ ഇൻകം ഉള്ളവരും ആ ഫോം വേണം ഉപയോഗിക്കാനായിട്ട്. അവർക്കാണ് ഈ ഫോം ഫയൽ ചെയ്യേണ്ട പ്രശ്നം വരുന്നത്. വൺസ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഈ ലൈഫ് ടൈമിൽ മാറ്റാൻ പറ്റത്തില്ല. ആ സ്കീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് പ്രധാന പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻ എടുക്കാനുണ്ടോ, അതിൽ ഉടനെ എടുക്കാൻ അടുത്ത വർഷങ്ങളിലോ വർഷം എടുക്കാൻ പറ്റുന്നതാണോ ആ കേസുകൾ നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ പല കേസുകളിലും ന്യൂ സ്കീം ആയിരിക്കും പലർക്കും ബെനിഫിഷ്യൽ. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ഹൗസിംഗ് ലോണോ ഇൻട്രസ്റ്റോ അങ്ങനെ പ്രിൻസിപ്പൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഓൾഡ് സ്കീമിലേക്ക് പോകാൻ പറ്റുക. അത് നമ്മൾ പ്രത്യേകിച്ച് വളരെ നോക്കിയിട്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ITR ഫോമിനർ 1 തുടങ്ങി 7 വരെയുള്ളത് നമ്മൾ 26 AS നോക്കണം, AIS നോക്കണം എന്നതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് കാണാവുന്നതാണ്. നന്ദി.